ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എഫക്സ് റീപ്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാക്ക് ടെസ്റ്റ് ചെയ്യുന്ന ഒരു അടിപൊളി ടൂളിനെ കുറിച്ചാണ്. എങ്ങനെയാണ് നമുക്ക് എഫക്ട് റീപ്ലേയിൽ ബാക്ക് ടെസ്റ്റും കാര്യങ്ങളും ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഇതൊരു പെയ്ഡ് ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണ്, അതൊരു ടൂളാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സബ്സ്ക്രിപ്ഷൻസും കാര്യങ്ങളും എടുക്കേണ്ടി വരും. ഇവിടെ വന്ന് കഴിഞ്ഞാൽ മനസ്സിലാവും. നമുക്ക് മന്ത്ലി ആണെന്നുണ്ടെങ്കിൽ $35, ഇയർലി ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു എമൗണ്ട് നമ്മൾ പേയ്മെൻ്റായിട്ട് വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അതേപോലെ ഒരു സ്ട്രാറ്റജിയെല്ലാം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ട്രാറ്റജീൻ്റെ പ്രോബിലിറ്റിയും കാര്യങ്ങളും മനസ്സിലാകാൻ ഒരു 1 or 2 ഇയേഴ്സിൻ്റെ ഡാറ്റാസും കാര്യങ്ങളും എടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇവിടെ 5 ഡേയ്സിൻ്റെ ട്രയൽ ഉണ്ട്. ഓക്കെ, അത് യൂസ് ചെയ്യലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡിങ് കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഇവിടെ പോയിട്ട് നിങ്ങളുടെ നെയിമും കാര്യങ്ങളും അടിച്ചു കൊടുക്കാം. അതിന് ശേഷം പേയ്മെൻറ്റ് മെത്തേഡും കാര്യങ്ങളും അടിച്ചു കൊടുത്ത ശേഷം ഡൺ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 5 ഡേയ്സ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന് ശേഷം നിങ്ങളിപ്പോൾ ഈ ഒരു കാര്യം ചെയ്താലും അതേപോലെ നിങ്ങൾ സബ്സ്ക്രിപ്ഷൻസ് എടുത്തു കഴിഞ്ഞാലും നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാഷ്ബോർഡിലേക്ക് പോക്കാണ്. ഓക്കെ, മൈ ഡാഷ്ബോർഡിലേക്ക് പോവാം. ഇവിടെ എങ്ങനെയാണ് നിങ്ങൾക്ക് ബാക്ക് ടെസ്റ്റും കാര്യങ്ങളും ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇവിടെ ഞാൻ ഓൾറെഡി ഒരു ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് എൻ്റെ ഒരു സ്ട്രാറ്റജി ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ചാർട്ടും കാര്യങ്ങളും വരിക. നമുക്ക് ഇവിടെ ബാർക്ലേ ഉണ്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ നമ്മൾ ടൈം സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ട്രേഡിംഗ് വ്യൂവിനെക്കാട്ടിയും കുറച്ചും കൂടി കമ്പാരിറ്റീവ്ലി അടിപൊളിയായിട്ടുള്ളൊരു ഫീച്ചർ ഇതിലുണ്ട്. ഓക്കെ, ആ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ഇതിലെങ്ങനെ ബാക്ക് ടെസ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്. ഇങ്ങനെ കൊടുക്കുക, ക്യാനിൽ മൂവ്മെൻറ്റ് വന്നോളാം. നമുക്ക് ക്യാനിൻ്റെ സ്പീഡ് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. നോർമലി നമ്മളിങ്ങനെയല്ല ബാക്ക് ടെസ്റ്റ് ചെയ്യാറുള്ളത്. അതായത് ഓരോ ടൈം നമ്മൾ കാര്യങ്ങൾ നോക്കിയിട്ട് ഇതിൽ കുറച്ചും കൂടി കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ICT എല്ലാം ബാക്ക് ടെസ്റ്റ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഏത് സ്ട്രാറ്റജി ആണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ബാക്ക് ടെസ്റ്റ് ചെയ്യണം എന്നുള്ള ഈസി വേ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, പക്ഷേ നമുക്ക് ഇവിടെ വന്ന് ഞാൻ എൻ്റെ കുറച്ച് അനാലിസ്റ്റിക്സും കാര്യങ്ങളും കാണിച്ചു തരാം. എന്നാലേ നമുക്ക് ഇത് എന്തുകൊണ്ട് യൂസ് ചെയ്യണം എന്നുള്ളൊരു കാര്യം മനസ്സിലാവുള്ളൂ. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്താൽ കണ്ടോ, ഈ ഒരു ഏരിയയിൽ ബാലൻസിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ അനാലിസ്റ്റിക്സിലേക്ക് പോകാൻ പറ്റും. ഓക്കെ, ഇവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ എത്ര ട്രേഡ് എടുത്തിട്ടുണ്ട്, അതുപോലെ നമ്മളെ പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഈ കാര്യങ്ങളെല്ലാം വിൻ റേറ്റ് കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. കണ്ടോ, നമ്മൾ ടോട്ടൽ ട്രേഡ് എടുത്തിട്ടുള്ള 83 ട്രേഡ് എടുത്തിട്ടുണ്ട്. ഇതിൽ ലോസായ ട്രേഡ്സ് അതേപോലെ പ്രോഫിറ്റ് ആയ ട്രേഡ്സ് എല്ലാം കാണിക്കുന്നുണ്ട്. എൻ്റെ ബാലൻസ് ഇപ്പം പ്രോഫിറ്റ് ആണുള്ളത്, ഒരു എമൗണ്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, എങ്ങനെയാണ് ഡ്രോ ഡൗണിലേക്ക് പോയിട്ടുണ്ട്, പ്രോഫിറ്റിലേക്ക് പോയിട്ടുണ്ട്, ഈ കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ ആവറേജ് RR കാണിക്കുന്നുണ്ട്, മാക്സിമം RR കാണിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ബെസ്റ്റ് വിൻ എത്രയാണ്, ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റും. വേറെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ വന്നാൽ മനസ്സിലാക്കണ്ടോ, ഇവിടെ കണ്ടോ പെർഫോമൻസ് പെർ ഡേ, നിങ്ങൾക്ക് ഏതൊരു ദിവസമാണ് കൂടുതലായിട്ട് പ്രോഫിറ്റബിലിറ്റി ഉള്ളത്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ വന്നാൽ മനസ്സിലാവും. എനിക്ക് വ്യാഴാഴ്ചയാണ് കൂടുതലായിട്ടും പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു ദിവസത്തെ ഡാറ്റ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ നമ്മൾ എങ്ങനെയാണ് മന്ത് പെർഫോം ചെയ്തിട്ടുള്ളത്, ഈ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ. ചെറിയ ലോസ്, ചെറിയ പ്രോഫിറ്റ്, ചെറിയ ലോസ്, പ്രോഫിറ്റ്, പ്രോഫിറ്റ്, പ്രോഫിറ്റ് ലോസ്, ഓവറോൾ നോക്കുമ്പോൾ പ്രോഫിറ്റിലാണ് നമ്മളുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഡാറ്റാസും കാര്യങ്ങളും മൊത്തത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് നിങ്ങൾ സ്ട്രാറ്റജി ടെസ്റ്റ് ചെയ്യേണ്ടത്, ആ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഇവിടെ കാര്യം ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പോയി കഴിഞ്ഞാൽ കണ്ടോ ക്രിയേറ്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യാം റൈറ്റ് സൈഡിൽ. അതിന് ശേഷം നമ്മളൊരു നെയിം കൊടുക്കാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നെയിം എന്താ കൊടുക്കേണ്ടത്? നെയിം നമുക്ക് ലണ്ടൻ കിൽ സോൺ കൊടുക്കാം. ഓക്കെ, നമുക്ക് സ്ട്രാറ്റജീൻ്റെ നെയിം എന്താ കൊടുക്കാം? നമുക്ക് ലണ്ടൻ കിൽ സോൺ എന്ന് കൊടുക്കാം. ലണ്ടൻ കിൽ സോൺ. ഓക്കെ, ലണ്ടൻ കിൽ സോൺ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തിന് ഇവിടെ സേവ് ചെയ്യാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഇവിടെ വരുന്ന വെച്ചാൽ ഇവിടെ നമ്മളൊരു പേര്, ഐ മീൻ നമ്മുടെ സ്ട്രാറ്റജീൻ്റെ നെയിം ഇവിടെ സെറ്റ് ചെയ്തു. അതിന് ശേഷം ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റ് സെഷൻ കൊടുക്കുക. ഇവിടെ നമ്മുടെ അക്കൗണ്ട് ബാലൻസ് എത്രയാണ് വേണ്ടത്, നമുക്കൊരു 10,000 ആഡ് ചെയ്യാം. ഓക്കെ, US ഡോളറിലാണ്. ഓക്കെ, ഇനി ഏതാണ് പേര് വേണ്ടത്, നിങ്ങൾക്ക് ഏത് പേര് വേണമെങ്കിൽ ഇവിടെ അടിച്ചു കൊടുത്താൽ കിട്ടും. ഓക്കെ, ഞാൻ EURUSD ആണ് ഇവിടെ നോക്കുന്നത്. EURUSD ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇവിടെ വന്നു. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഏത് ഡാറ്റാസ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നാണ് നിങ്ങൾ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏത് ഇയർ തൊട്ട് ഏത് ഇയർ വരെയാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു കാര്യം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വർഷം തൊട്ട് ഇത്ര ടൈം പീരീഡിനുള്ളിലായിരിക്കും നമ്മൾ എന്തുണ്ടാവുക, നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു ഏരിയയിൽ പോയിട്ട് നമുക്ക് ഏതാണ് കൊടുക്കേണ്ടത്, ഞാൻ ഇവിടെ 2000 ഇവിടെ കൊടുക്കാം, 2022 കൊടുക്കാം. മധ്യത്തിൽ ഇത് കൊടുക്കാം, ബ്രാൻഡായിട്ട് കൊടുക്കാം. ഓക്കെ, നമ്മളൊരു സ്റ്റാർട്ടിംഗ് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ കൊടുക്കേണ്ടത് വെച്ചാൽ ഇന്ത്യൻ ഡേറ്റ് ആണ്. ഞാനിവിടെ 2022 അല്ലേ കൊടുത്തു, അപ്പോൾ 2023 കൊടുക്കാം. 23 മെയ് തന്നെ കൊടുക്കാം. ഓക്കെ, ഒരു ഡേറ്റ് മൺഡേ തന്നെ അല്ലെങ്കിൽ വെനസ്ഡേ തന്നെ കൊടുക്കാം. ഓക്കെ,
ഇനി സ്ട്രാറ്റജി നെയിം ഇവിടെ കാണിക്കുന്ന സമയത്ത് നമ്മളിവിടെ കണ്ടോ A+ സെറ്റപ്പ് പറഞ്ഞിട്ട് ഞാനിവിടെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ LN കിൽ സോൺ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത ആ കാര്യം കൂടി ഇവിടെ കാണിക്കുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ബാക്കി നിങ്ങൾ ഫില്ല് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. അതിന് ശേഷം നിങ്ങൾ സേവ് കൊടുക്കുക. അപ്പോൾ സേവ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കണ്ടോ, ഇവിടെ നമ്മൾ സ്ട്രാറ്റജി റെഡി ആയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ നേരത്തെ അനലിസ്റ്റിക്ക് പോയ സമയത്ത് കണ്ടോ ഇവിടെ ഇപ്പോൾ ഒന്നും കാണിക്കുന്നുണ്ടാവില്ല, നമ്മൾ ട്രേഡോ കാര്യങ്ങളോ എടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇവിടെ ഒന്നും കാണിക്കില്ല. ഇനി നമ്മൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രേഡും കാര്യങ്ങളും എടുക്കാണ്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകണമെന്ന് വെച്ചാൽ ഈ ഒരു ആരോ ക്ലിക്ക് ചെയ്യാം. അതിന് ശേഷം കണ്ടോ നമുക്ക് ഈ ഒരു രീതിയിൽ ആ സ്റ്റാർട്ടിംഗ് ഡേറ്റ് നമുക്ക് മനസ്സിലാവും. കണ്ടോ മെയ് 2022 മൺഡേ 2 ഈ ഒരു ഡേറ്റിലാണ് നമുക്ക് സ്റ്റാർട്ട് ആയിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ICT ബേസ് ട്രേഡ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ആഡ് ചെയ്യണം? നമുക്ക് സെഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, സെഷൻസ് മനസ്സിലാണ് അല്ലേ? അപ്പോൾ സെഷൻസ് മനസ്സിലാണെങ്കിൽ ഇവിടെ ഇൻഡിക്കേറ്ററിലേക്ക് പോവാം. അവിടെ പോയിട്ട് സെഷൻ അടിച്ചു കൊടുക്കുക. ഓക്കെ, ഫസ്റ്റ് വരുന്ന സെഷൻ്റെ ഈ കാര്യം തന്നെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ സെഷനും കുറേ കാര്യങ്ങൾ ഇവിടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിൽ അൺവാണ്ടഡ് ആയിട്ടുള്ളത് കളയണം. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ടേക്ക് വരാം. അപ്പോൾ ഈ 3 ടിക്ക് ഞാൻ ഓഫ് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ 3 ടിക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൗൺ സൈഡിൽ ആ ഒരു കാര്യം കാണിക്കില്ല, നമുക്ക് ജസ്റ്റ് ഈ ബോക്സസ് മാത്രമേ കാണിക്കുള്ളൂ. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ICTയിൽ ബാക്ക് ടെസ്റ്റ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഏത് സ്ട്രാറ്റജി ആയിക്കോട്ടെ, നിങ്ങൾക്ക് ആ ഒരു ടൈമിലേക്ക് മാറ്റുന്നുണ്ടെങ്കിൽ ഇവിടെ പോയിട്ട് നിങ്ങളുടെ ഏതാണ് ടൈം സോൺ യൂസ് ചെയ്യേണ്ടത് ആ ഒരു ടൈം സോൺ സെറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ന്യൂയോർക്ക് ടൈം ബേസ് ആണ് സെറ്റ് ചെയ്യുന്നത്, UTC-4 ന്യൂയോർക്ക്. ഓക്കെ, അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ പ്രീവിയസ് ഡേ ഹൈ കാണിക്കുന്നുണ്ട്, പ്രീവിയസ് ഡേ ലോ കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു ട്രൂ ഡേ ഓപ്പണിങ്, നമ്മുടെ ഓപ്പണിംഗ് പ്രൈസും കൂടി 00 ടൈമിംഗ് കൂടി നമുക്ക് മനസ്സിലാൻ വേണ്ടി ഇൻഡിക്കേറ്ററിലേക്ക് പോവാം. ഇവിടെ ഓപ്പൺ എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ രണ്ടാമതായിട്ട് വന്നിട്ടുള്ള ഡേ ഓഫ് വീക്ക് ആൻഡ് ഓപ്പണിംഗ് പ്രൈസ് ഇൻഡിക്കേറ്റർ അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇൻഡിക്കേറ്ററിലേക്ക് പോയിട്ട് അവിടെയും കുറച്ച് എഡിറ്റ് ചെയ്യാനുണ്ട്. ഇവിടെ പോയതിന് ശേഷം നമുക്ക് ഇവിടെ NYയുടെ ഓപ്പണിംഗ് വേണ്ട. NYയുടെ ഓപ്പണിംഗ് വെച്ചാൽ 8:30 ആണ് ഓപ്പണിംഗ് വരുന്നത്, അത് വേണ്ട. അതിന് ശേഷം നമുക്ക് ഇവിടെ ഈ ഒരു കളർ മാറ്റിയിട്ട് നമുക്ക് ബ്ലാക്ക് കളർ കൊടുക്കാം. ഓക്കെ, എൻ്റെ ഒരു ഇഷ്ടത്തിന് കൊടുക്കുകയാണ്. ഓക്കെ, അതിന് ശേഷം നമുക്ക് ജസ്റ്റ് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പീഡും കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ ഈ ഒരു സ്പീഡ് കണ്ടോ, ഈ ഒരു സ്പീഡ് വേണോ അല്ലെങ്കിൽ ഈ ഒരു സ്പീഡ് വേണോ അല്ലെങ്കിൽ കുറച്ചും കൂടി സ്ലോ ആയിട്ട് വേണോ, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് സ്പീഡും കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് നമ്മളിപ്പോൾ ലണ്ടൻ കിൽ സോണാന്ന് പറഞ്ഞു. അപ്പോൾ ആ ലണ്ടൻ കിൽ സോൺ വരെ നമുക്കിത് പ്ലേ ചെയ്ത് പോകണോ? ആവശ്യമില്ല, അതും കൂടി നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഈ മുകളിലത്തെ ഒരു ഏരിയ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ഗോ ടു എന്ന് പറഞ്ഞിട്ട് ഈ ഗോ ടു ക്ലിക്ക് ചെയ്യാം. ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചാണ്, അതുകൊണ്ടാണ്. എല്ലാന്നുണ്ടെങ്കിൽ കസ്റ്റം സെറ്റിങ്ങിൽ പോവാം. എന്നിട്ട് ഇവിടെ കണ്ടോ നമ്മുടെ സ്റ്റാർട്ട് ഏഷ്യൻ സെഷൻ ഉണ്ട്, സ്റ്റാർട്ട് ലണ്ടൻ സെഷൻ ഉണ്ട്, സ്റ്റാർട്ട് ന്യൂയോർക്ക് സെഷൻ ഉണ്ട്, നെക്സ്റ്റ് ഡേ ഉണ്ട്, സിൽവർ ബുള്ളറ്റ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് ICTയുടെ ബേസിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാ ടൈമും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്താണ് ഇതിൻ്റെ പ്ലേ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഞാനിവിടെ ഈ ഒരു സ്റ്റാർ കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ 2 സ്റ്റാറും കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഗോ ടു പോയ കണ്ടോ ലണ്ടന് അതേപോലെ ഏഷ്യ കാണിക്കും. ഞാനിവിടെ പോയിട്ട് കസ്റ്റമറിൽ പോയിട്ട് ഏഷ്യ കളഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ലണ്ടൻ മാത്രമേ ഇവിടെ കാണിക്കുള്ളൂ. അപ്പോൾ അവിടെ പോയിട്ട് ലണ്ടൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ലണ്ടൻ സമയമായിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നുണ്ടാവും. ലണ്ടൻ്റെ കിൽ സോൺ എപ്പോൾ സ്റ്റാർട്ടാണ്? 2 to 5 ആണ് ലണ്ടൻ്റെ ടൈം സ്റ്റാർട്ട് ആകുന്നത്. ഈ ഒരു ടൈം ഉണ്ട് 2 to 2 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി 5 വരെയാണ് നമുക്ക് ലണ്ടൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ടൈം കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഗോ ടു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ ടൈം ട്രേഡ് ആകുന്നുണ്ട് കണ്ടോ, ഇവിടെ ട്രേഡായി. ഓക്കെ, ഇവിടെ കണ്ടോ ഒരു 6:25 ആയില്ലേ? അതെ 6:20 ടൈം എന്തോ ആട്ടെ. ഓക്കെ, ഇത് നെക്സ്റ്റ് ലണ്ടൻ സെക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒരു ദിവസത്തിൽ നേരെ സ്കിപ്പായിട്ട് അടുത്ത ലണ്ടൻ സമയത്തിലേക്ക് വരും, സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തിലേക്ക് വരും, 2 o'clock വരും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ടൈം ഇങ്ങനെ മാറ്റിയിട്ട് ഒരു സെക്ഷനാണ് ടെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു സെക്ഷൻ മാത്രം നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതുകൊണ്ട് നമുക്ക് കുറേ ടൈം ലാഭമായിട്ട് കിട്ടും. അതേപോലെ തന്നെ നമുക്ക് ഏതാണോ സെറ്റപ്പ് ആ ടൈമിന് വേണ്ടി ആ കാര്യങ്ങൾ നോക്കാൻ പറ്റും. ഇനി നമുക്ക് ഹൈ ടൈം ഫ്രെയിമും കൂടി നോക്കണം ഈ ഒരു സെയിം സെറ്റപ്പിൽ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വരിക കണ്ടോ, ഈ ഒരു സെലക്ട് ലേഔട്ടിലേക്ക് വരിക. ഇനി നമുക്ക് 2 സ്ക്രീൻ വേണമെന്നുണ്ടെങ്കിൽ 2 സ്ക്രീൻ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഞാൻ 2 സ്ക്രീൻ യൂസ് ചെയ്യാറുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് 1 hourൻ്റെ ചാർട്ട വേണമെന്നുണ്ടെങ്കിൽ 1 hour കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഇവിടെ ലണ്ടൻ നോക്കുക. എന്നിട്ട് നിങ്ങൾ എന്താണോ സ്ട്രാറ്റജി, ഞാനിപ്പോൾ ഏഷ്യ സീപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അപ്സൈഡിലേക്ക് ഒരു PDR ഉണ്ടെങ്കിൽ അങ്ങനെയാണ് നോക്കുന്നത് വിചാരിക്കാം. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് അപ്സൈഡിലേക്ക് ഒരു MSS കിട്ടിയെന്ന് വിചാരിക്കാം.
ഓക്കെ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ട്രേഡ് എടുക്കണം എന്ന് വിചാരിക്കാം. ഓക്കെ, ഈ ഒരു FEG നല്ലൊരു MSS ആണ്. FEG ട്രേഡ് എടുക്കണം എന്ന് വിചാരിക്കാം. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഒന്ന് ട്രേഡ് എടുക്കണം എന്ന് വിചാരിക്കാം. ജസ്റ്റ് ഞാൻ വേറെ കാര്യങ്ങളും നോക്കിയില്ല, ഇതിന് വേണ്ടി മാത്രം കാണിച്ചു തരുന്നതാണ്. ഓക്കെ, ഇങ്ങനെ എന്താണ് FEG ആണെങ്കിൽ FEG അത് മാർക്ക് ചെയ്യാം. ഈ ഒരു ഏരിയയിൽ നിന്ന് എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടോ, ഇവിടെ നമുക്ക് ലോങ് ആൻഡ് ഷോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള 2 ഓപ്ഷൻ കാണിക്കുന്നത്. ഇപ്പം നമ്മൾ ലോങ് ആണ് ചെയ്യുന്നത്, അപ്പ് സൈഡിലേക്കാണ് ചെയ്യുന്നത് ട്രേഡ്. ഓക്കെ, അപ്പോൾ ലോങ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഏത് ലെവലിൽ നിന്നാണ് ട്രേഡ് എടുക്കേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം എവിടെയാണ് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് അതൊന്ന് റെഡിയാക്കി വെക്കാം. ടാർഗറ്റ് എവിടെയാണ് വെക്കേണ്ടത് ഞാൻ ഒരു 1:2 എന്നുള്ള രീതിയിൽ 1:1.5 എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം ഈ ഒരു ഏരിയ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ പ്ലേസ് ഓർഡർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കുന്നത് കണ്ടോ. ഈ ഇൻഡിക്കേറ്ററിന് ശേഷം പ്ലേസ് ഓർഡർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. പ്ലേസ് ഓർഡറിൽ ക്ലിക്ക് ചെയ്യാം. അപ്പം ഇവിടെ നമ്മുടെ ക്യാപിറ്റൽ അനുസരിച്ചുള്ള റിസ്ക്കും കാര്യങ്ങളും നമുക്ക് ഇവിടെ വെക്കാൻ പറ്റും. നമ്മുടെ ക്യാപിറ്റൽ എത്രയായിരുന്നു? 10,000 ആണ് ഇവിടെ ക്യാപിറ്റൽ ആയിട്ടുള്ളത്. ഡൗൺ സൈഡ് കണ്ടോ, അക്കൗണ്ട് ബാലൻസ് 10,000. നമുക്ക് എത്ര % ആണ് റിസ്ക് ചെയ്യേണ്ടത്? 1% ആണ് നമുക്ക് റിസ്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഞാനിപ്പോൾ 1% റിസ്ക് ചെയ്യുന്നു, സേവ് കൊടുക്കുന്നു. അപ്പം തന്നെ അവിടെ ഓർഡേഴ്സും കാര്യങ്ങളും പ്ലേസ് ആയി. കണ്ടോ, സ്റ്റോപ്പ് ലോസ് ഇവിടെ വന്നു, എൻട്രി ഇവിടെ വന്നു, അതേപോലെ ടേക്ക് പ്രോഫിറ്റ് ഇവിടെ വന്നു. ഓക്കെ, ഇനി നമുക്കിത് പ്ലേ ചെയ്ത് നോക്കാം. ഞാൻ സ്പീഡ് കുറച്ച് കുറക്കുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് തന്നെ റോഡ് ഓണിലാണ്. അതിനുശേഷം പ്രൈസ് അപ്പ് സൈഡിലേക്ക് പോയി. ഓക്കെ, ഓൾമോസ്റ്റ് ലണ്ടൻ കഴിഞ്ഞു. ഓക്കെ, വാച്ച് ചെയ്യാം. ടാർഗറ്റ് ആണോ സ്റ്റോപ്പ് ലോസ് ആണോ വാച്ച് ചെയ്യാം. ഓക്കെ, നമുക്കിതൊരു ടാർഗറ്റ് അടിച്ചിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ട്രേഡിങ് കാര്യങ്ങൾ എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രോഫിറ്റും കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. നമ്മൾ എത്രയായിരുന്നു? 1:1.5 ആണ് ടാർഗറ്റ് വെച്ചിട്ടുള്ളത്. 1% ആണ് റിസ്ക് ചെയ്തത്. 1% എത്രയാണ്? $100 ആണ് റിസ്ക് ചെയ്തത്. 1:1.5 ആണ് ടാർഗറ്റ് വെച്ചത്. അപ്പോൾ നമുക്ക് ഇവിടെ ടാർഗറ്റ് അച്ചീവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ദിവസം നോക്കാൻ നിൽക്കാം. ഗോ ടു ലണ്ടൻ സെഷൻ അടിക്കുക. ഈ ഏരിയയിൽ നമുക്ക് ട്രേഡും കാര്യങ്ങളും കാണാൻ പറ്റും. നമ്മൾ ഇവരെയാണ് 1 hour എടുത്തിട്ടുള്ളത്. 1 hourൻ്റെ ക്യാൻഡൽസിൻ്റെ മൂവ്മെൻറ്റും കാര്യങ്ങളും ഈ ഒരു ഏരിയയിൽ കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഇവിടെ എങ്ങനെയാണ് ട്രേഡ് എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, ഓൾറെഡി പ്രീവിയസ് ഡേയുടെ ഹൈ സ്വീപ്പ് ഔട്ട് കിട്ടിയിട്ടുണ്ട്. ഏഷ്യയുടെ ഹൈ മുകളിലുണ്ട്. നമുക്കിവിടെ നല്ല ലിക്വിഡിറ്റി ഉണ്ട്. പ്രീമിയം ഏരിയയിലാണ് ഷോർട്ട് ടൈം ആയിട്ടുള്ളത്. ഞാൻ ഹൈ ടൈം ഫ്രെയിമിലും പോകുന്നുണ്ട്. ജസ്റ്റ് ഈ ഒരു ഏരിയയിൽ നമുക്ക് നോക്കാം എങ്ങനെയാണ് പ്ലേ ഔട്ട് ആകുന്നത്. പ്രൈസ് ഡൗൺ സൈഡിലേക്ക് ഒരു ഡംപ് വന്നിട്ടുണ്ട്. നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പ്രൈസ് കൺസോളിഡേഷൻ ആണ്. നമുക്ക് ടൈം നോക്കാം. ടൈം ഓൾമോസ്റ്റ് 5 മണി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് ടൈമിലേക്ക് പോവാം. ഈ ഒരു ദിവസം നമുക്ക് ലണ്ടൻ്റെ ടൈം വേറെ ടൈഡൊന്നും കിട്ടിയിട്ടില്ല, കൺസോളിഡേഷൻ ആയിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് 1 hourൻ്റെ പ്ലേ കാണാൻ പറ്റുന്നുണ്ട്. ഡെയിലി കാണുന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം, ഡെയിലിയിലേക്ക് നോക്കുക. ഡെയിലി കണ്ടോ. അപ്പോൾ ഇവിടെ എങ്ങനെയാണുള്ളത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെയും സെറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടൈം ഫ്രെയിമിലേക്ക് നിങ്ങൾക്ക് ഇവിടെയും ഇവിടെ ആയിട്ട് ചേഞ്ച് വരുത്താം. ഓക്കെ, ഞാൻ 1 hourലേക്ക് തന്നെ പോവാം. ഓക്കെ, നമ്മുടെ ഡ്രോ ലിക്വിഡിറ്റി എവിടെയാണെന്ന് നോക്കാം. ഓക്കെ, നമുക്കിവിടെ ആണ് പ്രീവിയസ് ഡേ ലോ ഉള്ളത്. ഇവിടെ തന്നെയാണ് ഒരു സെൽഫ് സൈഡ് ലിക്വിഡിറ്റികൾ. ഇവിടെ വൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉണ്ട്, ഒരു ഓൾഡ് ഹൈ ഉണ്ട്, അതേപോലെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. നമുക്ക് എങ്ങനെയാണ് പ്ലേ ഔട്ട് നോക്കാം. പ്രൈസ് കണ്ടിന്യൂസ്ലി ഡൗൺ സൈഡിലേക്കാണ് വരുന്നത്. ഓക്കെ, ഒന്നും ചെയ്യാണ്ടില്ല. സഡനായിട്ട് പ്രൈസ് പോയി. നമുക്കിവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതേപോലെ ഈ ഒരു സ്പീഡ് നിങ്ങൾ പരമാവധി നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡും കാര്യങ്ങളും എടുക്കാനുള്ള ഒരു സെറ്റപ്പും കൂടി പറ്റാതെ പോകുന്നതാണ്. ഓക്കെ, നമുക്കൊരു ജസ്റ്റ് ഒന്നും കൂടി നോക്കാം. ഇതാണ് ട്രേഡും കാര്യങ്ങളും കിട്ടുമോ. ഓക്കെ, ഇവിടെ നല്ലൊരു ചേഞ്ചിങ് സ്റ്റേറ്റ് ഓഫ് ഡെലിവറി ഒരു MSS ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കാം അത് MSS ആണോ നോക്കണം. ഓക്കെ, നമുക്കൊരു ക്യാൻഡിലും കൂടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, പ്രൈസ് ഡംപായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് പ്ലേസ് ചെയ്യാം ട്രേഡ്. ഓക്കെ, കുറച്ചും കൂടി സ്ലോ ആക്കണം. നിങ്ങൾ ഇതേപോലെ ഫാസ്റ്റ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രേഡും കാര്യങ്ങളും മിസ്സാകാൻ ചാൻസ് ഉണ്ട്. 1:1.5 1:2 എത്ര വേണമെങ്കിലും ചെയ്യാം. ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യാം, പ്ലേസ് ഓർഡർ കൊടുക്കുക, 1% കൊടുക്കുക, സേവ് കൊടുക്കുക. പ്രൈസ് ഇൻ കേസ് മുകളിലാണ് നിങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു സാധനം കാണിക്കും. ഓക്കെ, കുറച്ചും കൂടി താത്തി കൊടുക്കുക.
അതിനുശേഷം പ്ലേസ് ഓർഡറിന് കൊടുക്കാം, 1% കൊടുക്കാം, സേവ് കൊടുക്കാം. ഓക്കെ, നമുക്കൊരു MSS കിട്ടിയിട്ടുണ്ട്, ഏഷ്യൻ്റെ ലോ എടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ക്രിയേഷൻ ഉണ്ട്. നമുക്ക് എങ്ങനെയാണ് പ്രൈസ് പ്ലേ ആവുന്നത് നോക്കാം. ഓക്കെ ഓക്കെ, പ്രൈസ് കൺസോളിഡേഷൻ ആണ്. നല്ലൊരു മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട് അപ്പ് സൈഡിലേക്ക്. ഓക്കെ, ഞാൻ ഒരു ബ്രേക്ക് ചെയ്യാൻ വെക്കലാണ്. ഇൻ കേസ് ഈ ഒരു ലോ വെക്കാം നമുക്ക് 10 സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമ്മൾ ട്രെയിൽ ചെയ്തിട്ടുണ്ട്. ടാർഗറ്റ് അടിക്കില്ല നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾക്ക് ലണ്ടൻ ടൈം വന്നിട്ട് അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള സ്ട്രാറ്റജിയും കാര്യങ്ങളും ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഓരോ ദിവസവും ലണ്ടൻ്റെ ടൈമാണ് നിങ്ങൾ സ്ട്രാറ്റജി ടെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിലേക്ക് സ്കിപ്പ് ചെയ്തിട്ട് ആ ഒരു ടൈം മാത്രം നമുക്ക് നോക്കിയിട്ട് അതേപോലെ ഹയർ ടൈം ഫ്രെയിമിൻ്റെ കൺഫ്ലുവൻസ് എല്ലാം ഈ ഒരു ഏരിയയിൽ നോക്കിക്കൊണ്ട് നമുക്ക് ട്രേഡും കാര്യങ്ങളും പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെ 2 ട്രേഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണ് വിൻ റേറ്റ് കാര്യങ്ങൾ അതേപോലെ എത്ര ട്രേഡ്സ് കാര്യങ്ങളെല്ലാം കാണുന്നുണ്ടെങ്കിൽ ബാക്ക് പോവുക, ജസ്റ്റ് ഇവിടെ ബാക്ക് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ എന്താണ് എല്ലാം കിൽ സോൺ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇവിടെ സ്റ്റാർട്ടിംഗ് ബാലൻസിന് അവിടെ ക്ലിക്ക് ചെയ്യാം, അനലിറ്റിക്സിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ 2 ട്രേഡ് എടുത്തുകൊണ്ട് 2 ട്രേഡും പ്രോഫിറ്റ് ആയതുകൊണ്ട് 100% കാണിക്കാം. നിങ്ങൾ മൾട്ടിപ്പിൾ ട്രേഡ് എടുക്കാം, ഒരു 100 200 ആ രീതിയിൽ ട്രേഡ് എടുക്കാം. ഒരു വർഷത്തിൽ എത്ര ട്രേഡ് കിട്ടും, ആ ചിലപ്പോൾ ആ വർഷത്തിൽ മൊത്തം ട്രേഡ് എടുത്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ വിൻ റേറ്റും കാര്യങ്ങളും അതേപോലെ മാസത്തിൽ എങ്ങനെ പ്രോഫിറ്റ് കിട്ടുന്ന ആ കാര്യങ്ങളെല്ലാം നോക്കാം. ഓക്കെ, ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ മൊത്തം പ്രോഫിറ്റ് എന്നുള്ള രീതിയിലായിരിക്കും കാണിക്കുന്നുണ്ടാകാം. ഇവിടെ വന്ന് കണ്ടാൽ എന്നെ മനസ്സിലാവും. ഓക്കെ, ഈ ഒരു മെയ് എന്ന് പറഞ്ഞ മാസത്തിൽ നമുക്ക് 3% പ്രോഫിറ്റിലാണ് നമ്മൾ എൻഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ഏരിയ വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ടൂളാണ്, നമുക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ വിൻ റേറ്റ് കാര്യങ്ങൾ നിങ്ങളുടെ സ്ട്രാറ്റജി വർക്ക് ആകുന്നുണ്ടോ ആ കാര്യങ്ങളെല്ലാം ഇതിൽ വന്നിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അതേപോലെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൻ്റെ പ്രീമിയം കാര്യങ്ങൾ ബൈ ചെയ്യുന്നുണ്ടെങ്കിൽ ബൈ ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ട്രയൽ അവൈലബിൾ ആണ്. ഒന്നുകൂടി കാണിച്ചു തരാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ 5 days ഫ്രീ ട്രയൽ ഉണ്ട്. അത് വേണമെങ്കിൽ നിങ്ങളുടെ മെയിൽ ID ഉപയോഗിച്ചിട്ട് 5 days നിങ്ങൾ പരമാവധി യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങളുടെ ഡാറ്റാസും കാര്യങ്ങളും എടുത്തതിന് ശേഷം നിങ്ങൾ ഫോട്ടോസും സ്ക്രീൻഷോട്ടും കാര്യങ്ങളും എടുത്ത് വെക്കുക. ഞാനിപ്പോൾ കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് ഞാൻ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും ഓരോ ട്രേഡ് എടുക്കുന്നതിനനുസരിച്ചിട്ട് സ്ക്രീൻഷോട്ടും കാര്യങ്ങളും എടുത്ത് വെക്കുന്നതാണ്. ഓക്കെ, ഓരോ കാര്യങ്ങളും ഞാൻ എടുത്തിട്ടാകുമ്പോൾ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും എടുത്ത് വെക്കും. എങ്ങനെയാണ് സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് ഈ കാര്യങ്ങൾ അടിച്ചിട്ടുള്ളത്. ജസ്റ്റ് നമുക്ക് വീണ്ടും ഈ ട്രേഡ്സും കാര്യങ്ങളും നോക്കുന്ന സമയത്ത് നമുക്ക് ഐഡിയാസും കാര്യങ്ങളും കിട്ടും. എങ്ങനെയാണ് നമ്മൾ ട്രേഡും കാര്യങ്ങളും വർക്കൗട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ നമുക്ക് ഏതൊക്കെ ട്രേഡ് എടുക്കണം ഏതൊക്കെ ട്രേഡ് അവോയ്ഡ് ചെയ്യണം ഈ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായത്. എന്തായാലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ കരുതുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോസിൽ ഇതേപോലുള്ള അടിപൊളി കണ്ടൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഫോറക്സ് റിലേറ്റഡ് ആയിട്ടുള്ള അടിപൊളി കണ്ടൻസ് ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ബൈ.